കേരളം തമിഴ്നാടിന് വെള്ളം കൊടുക്കില്ല എന്നുള്ളൊരു ചിന്ത നമുക്കില്ല. അല്ലെങ്കിൽ നമ്മൾ തമിഴ്നാടുമായി ഒരു യുദ്ധത്തിനല്ല, മറിച്ച് തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും വളരെ വ്യക്തമായി തന്നെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ തമിഴ്നാടുമായി ഒരു യുദ്ധത്തിനല്ല, മറിച്ച് തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും, വാട്ടർ ഫോർ തമിഴ്നാടു ആൻഡ് സേഫ്റ്റി ഫോർ കേരള എന്നതിലൂന്നി തന്നെയാണ് കേരളത്തിൻ്റെ ആവശ്യം മുന്നോട്ട് വെച്ചത്. പുതിയ ഡാം വേണമെന്ന ആവശ്യത്തോടൊപ്പം തന്നെ 142 അടി എന്നുള്ളത് ഉയർത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാൻ പാടില്ല എന്ന പരമപ്രധാനമായ കേരളത്തിൻ്റെ അത് കേരള പൊതുസമൂഹത്തിൻ്റെ തന്നെ ഒരു ആവശ്യമാണ്. അതും കൃത്യമായി തന്നെ കമ്മിറ്റിയുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ കോംപ്രിഹെൻസീവ് ഡാം ഇവാലുവേഷൻ കമ്മിറ്റിയിൽ കേരളത്തിൻ്റെ പ്രതിനിധിയെ ഒഴിവാക്കിയത് കഴിഞ്ഞ ദിവസം തന്നെ, കഴിഞ്ഞ 25-ാം തീയതി തന്നെ അതിൻ്റെ പ്രൊപ്പോസൽ ചോദിച്ച് കേന്ദ്ര ഗവൺമെൻറ് അയച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കോംപ്രിഹെൻസീവ് ഡാം ഇവാലുവേഷൻ കമ്മിറ്റിയുടെയൊക്കെ തന്നെ ഉടനെ തന്നെ അവരുടെയൊക്കെ ഒരു വിസിറ്റും മുല്ലപ്പെരിയാറിൽ നടത്തണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചെയർ കൃത്യമായി എല്ലാം കേട്ടു, വിശദമായി തന്നെ കേട്ടു, രണ്ട് സംസ്ഥാനങ്ങളുടെയും കേട്ടു. ഇനി അത് ചെയർ അതിൻ്റെ ആ ഒരു ഒഫീഷ്യൽ പ്രോസസ്സിലേക്ക് കടക്കും. ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ആഴ്ച വിവാദ പ്രസ്താവന MLA-യുടെ ഭാഗത്തു നിന്ന് അവിടെ നിന്നുണ്ടായി, തമിഴ്നാട്ടിൽ നിന്ന്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ട്. അതായത് പുതിയ ഡാം പണിയാൻ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണെന്ന് തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമ്മൾ ആധികാരികമായി തന്നെയാണ് കേരളത്തിൻ്റെ ആവശ്യം ഈ വാട്ടർ റിസോഴ്സ് കമ്മിറ്റിയുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. അത് കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക ഏറ്റവും കൂടുതൽ 5 ജില്ലയെ ബാധിക്കുന്ന 35 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന ആ ആശങ്ക, 130 വർഷം പഴക്കം ചെന്ന ഒരു ഡാം ഇപ്പോഴത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന, നമ്മൾ എത്രത്തോളം മുന്നിലേക്ക് കാലം കടന്നുപോയി എന്നുള്ളത് ഉൾപ്പെടെ എൻജിനീയറിംഗ്, ഡാം എൻജിനീയറിംഗിൻ്റെ തന്നെ അത് ഏത് ലെവലിലേക്ക് ഇപ്പോഴെത്തി എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി കമ്മിറ്റിക്ക് മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. തമിഴ്നാട് അവരുടെ ആശങ്കകളൊക്കെ മുന്നോട്ട് വെച്ചു, അവരുടെ ഉയർത്തണം എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെച്ചു. പക്ഷേ അതിൻ്റെ മറ്റു വശങ്ങൾ നമുക്ക് 142 എന്നുള്ളത് തന്നെയാണ് നമ്മൾ അതിലൂന്നി തന്നെയാണ് സംസാരിച്ചത്. അവര് ആ ഒരു ആംഗിളിലെ അല്ല സംസാരിച്ചത്, അവർ മറ്റ് കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത്. നമ്മളേതായാലും പുതിയ ഡാം വേണം എന്നുള്ള കേരളത്തിൻ്റെ ആ ഒരു നിലപാട്, പക്ഷേ നമ്മൾ അത് വളരെ സൗഹൃദപരമായി തന്നെയാണ് അവതരിപ്പിച്ചത്. എന്ന് വെച്ചാൽ കേരളം തമിഴ്നാടിന് വെള്ളം കൊടുക്കില്ല എന്നുള്ളൊരു ചിന്ത നമുക്കില്ല. നമ്മളത് അവതരിപ്പിച്ചതും വാട്ടർ ഫോർ തമിഴ്നാടു, കേരളത്തിന് സുരക്ഷ എന്നുള്ളത്. അപ്പോൾ തമിഴ്നാടിൻ്റെ അവരുടെ 5 ജില്ലകളുടെ ആശങ്ക, അവരുടെ ഫാമിംഗ്, അവരുടെ കൃഷിയെ കുറിച്ചുള്ള ആശങ്ക തമിഴ്നാട് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് 5 ജില്ല കൃഷി മാത്രമല്ല ജനങ്ങളെ മുഴുവനായിട്ട് ബാധിക്കുന്ന വിഷയം. അപ്പോൾ ഇത് ഒരു ബാലൻസാണ് ആവശ്യം. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം, ശുഭമായി കാര്യങ്ങൾ നടക്കും, പുരോഗമിക്കും എന്ന് പ്രതീക്ഷിക്കാം. അത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പ്രതിനിധിയെ തിരിച്ച് അവർ പ്രൊപ്പോസലായി ചോദിച്ചല്ലോ, നമ്മളത് ഒഴിവാക്കിയപ്പോൾ തന്നെ ഇടപെടേണ്ട രീതിയിൽ എല്ലാ തലങ്ങളിലും ഇടപെട്ടു. അതിന് കൃത്യമായി തന്നെ ഒരു റിസൾട്ട് ഉണ്ടായി. അതുകൊണ്ടാണല്ലോ നമ്മളോട് പ്രൊപ്പോസൽ ചോദിച്ചതും കേരള ഗവൺമെൻറ് ആ പ്രൊപ്പോസൽ കൊടുക്കട്ടെ, ഏതായാലും ടീം ഉണ്ടാവട്ടെ, നമുക്ക് അതിനുശേഷം കൃത്യമായി ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും ഉണ്ടാവുമല്ലോ. അത് അവരുടെ ഒരു റെഗുലർ പ്രൊസീജിയർ അനുസരിച്ച് നടക്കും.